ഈ 5 വർഷങ്ങൾക്ക് മുമ്പ് ജ്യോതികുമാർ ചാമക്കാല ചോദിച്ചു താലൂക്ക് ആശുപത്രി എവിടെയാണ്. അവരവിടെ ഒരു ബഹുനില മന്ദിരം പണിതുയർത്തുന്നുണ്ട്. അവരുടെ എല്ലാ ഹോർഡിങ്സുകളിലും താലൂക്ക് ആശുപത്രിയാണ് പറഞ്ഞേ വെക്കാനുള്ളൂ. ഈ കഴിഞ്ഞ 5 വർഷത്തിനിടയ്ക്ക് ഈ നിയോജക മണ്ഡലത്തിൽ അദ്ദേഹം പുതുതായി ബീജാപാപം നടത്തി വളർത്തിക്കൊണ്ടുവന്ന് നാടിന് സമർപ്പിച്ച ഒരു പദ്ധതി താങ്കളെന്ന് പറ. താലൂക്ക് ആസ്ഥാനത്ത് ഒരു താലൂക്ക് ആശുപത്രി ഉണ്ടാകാൻ താലൂക്ക് പ്രഖ്യാപിച്ച് 14 വർഷം കാത്തിരിക്കണമെന്ന് പറയുന്ന ഒരു നീണ്ട കാലയളവാണ്. ഇപ്പോഴും പറയുന്നുണ്ട് ബഡ്ജറ്റിൽ വെച്ചിട്ടുണ്ട്, ബഡ്ജറ്റിൽ. ഇത് കുറേ കാലമായിട്ട് നമ്മൾ കേൾക്കുന്നില്ലേ? ഞാൻ എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം. ഇതെല്ലാം ജനങ്ങൾ വിലയിരുത്തട്ടെ. ഇവിടെ മത്സരം സത്യവും അസത്യവും തമ്മിലാണ്. ഈ പത്തനാപുരത്തെ ഇന്ന് കൺവെൻഷൻ കഴിഞ്ഞപ്പോൾ അണികളൊക്കെ ഭയങ്കര ആവേശത്തിലാണ്. 15,000 മുതൽ 30,000 വരെയുള്ള ഭൂരിപക്ഷ പ്രഡിക്ഷൻ കേട്ടു. എന്താണ് അവസ്ഥ, സത്യസന്ധമായ അവസ്ഥ? 5 അക്കം കിടക്കും. ഇത്രയും തൽക്കാലം ഞാൻ പറയുന്നുള്ളൂ. കോൺഫിഡൻസ് അതൊക്കെ മേലെയാണ്. 100%. മുഖത്ത് നല്ല സന്തോഷമുണ്ട്. ഇന്നലെയൊക്കെ ഈ ചാനലിലെ പരിപാടിയിലൊക്കെ കാണുമ്പോൾ ക്ഷീണിച്ചിട്ടായിരിക്കും. അത് നടത്തിയിടയ്ക്കാണ്. സന്തോഷത്തിനൊരു കുറവില്ല. തുടക്കം മുതലേ സന്തോഷത്തിലാണ്. എൻ്റെ സന്തോഷത്തിന് കാരണം ഈ മണ്ഡലത്തിലെ ജനങ്ങളാണ്. ഞാൻ കഴിഞ്ഞ 5 വർഷം അവരോട് ചേർന്ന് നിൽക്കുന്നുണ്ട്. എനിക്ക് സന്തോഷം. 25 വർഷമായിട്ട് മറ്റാളോടുണ്ട്. ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ. താങ്കൾ ഈ മണ്ഡലത്തിൽപ്പെട്ട ആളാണല്ലോ. എന്തെങ്കിലും അദ്ദേഹത്തെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടിയിട്ടുണ്ടോ? ഒന്ന് ഓർത്ത് നോക്കിയേ. ഇല്ല, ഞാൻ വിളിച്ചിട്ടില്ല. ഇൻസ്റ്റന്റ് ക്വസ്റ്റ്യൻ. ആരെങ്കിലും വിളിച്ച് കിട്ടിയായി പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. പലരും എന്നോട് നമ്പർ ചോദിച്ചിട്ടുണ്ട്. താങ്കൾ എന്നെ കഴിഞ്ഞ 5 വർഷത്തിനിടയ്ക്ക് ഒരു 100 പ്രാവശ്യത്തിലധികം വിളിച്ചിട്ടുണ്ട്. എപ്പോഴെങ്കിലും ഞാൻ എടുക്കാതിരുന്നിട്ടുണ്ടോ? തിരിച്ചു വിളിക്കാറുണ്ട്. എടുത്തില്ലെങ്കിൽ തിരിച്ചു വിളിക്കാറുണ്ട്. എടുക്കാതിരുന്നിട്ടില്ലല്ലോ. അതാണ് ഉള്ളതും ഇല്ലാത്തതും തമ്മിലുള്ള വ്യത്യാസം. ഇപ്പൊ അവർ പറയും പുള്ളി MLA ആയിട്ട് തിരക്കാണ്, അന്ന് വേറെ പരിപാടിയൊന്നും ഇല്ലാത്ത 5 വർഷമായിട്ട് കറങ്ങി നടക്കുക. അങ്ങനെയെങ്കിൽ അങ്ങനെ അതെ, നമുക്ക് രാഷ്ട്രീയ പോരാട്ടമാണ്. ഈ 5 വർഷങ്ങൾക്ക് മുമ്പ് ജ്യോതികുമാർ ചാമക്കാല ചോദിച്ചു താലൂക്ക് ആശുപത്രി എവിടെയാണ്. അവരവിടെ ഒരു ബഹുനില മന്ദിരം പണിതുയർത്തുന്നുണ്ട്. വികസനത്തിന്റെ പേമാരിയുടെ 1ാമത്തെ നമ്പറാണ്. അവരുടെ എല്ലാ ഹോർഡിങ്സുകളിലും താലൂക്ക് ആശുപത്രിയാണ്. പറഞ്ഞേ വെക്കാനുള്ളൂ. ബാക്കി ഈ മണ്ഡലത്തിൽ 2001 മുതൽ നടന്നിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ അത് ഈ സംസ്ഥാനത്ത് UDF സർക്കാർ അധികാരത്തിലുള്ളപ്പോൾ ശ്രീ AK ആന്റണിയും ശ്രീ ഉമ്മൻചാണ്ടിയും സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിമാരായിരുന്നപ്പോൾ മാത്രമാണ് നടന്നിട്ടുള്ളത്. ഇപ്പോൾ കടം മേടിച്ച് അഥവാ കിഫ്ബിയിൽ നിന്ന് ഹോസ്പിറ്റൽ പണിയുന്നു, നല്ല കാര്യം. പക്ഷേ ഒരു താലൂക്ക് ആസ്ഥാനത്ത് ഒരു താലൂക്ക് ആശുപത്രി ഉണ്ടാകാൻ താലൂക്ക് പ്രഖ്യാപിച്ച് 14 വർഷം കാത്തിരിക്കണമെന്ന് പറയുന്ന ഒരു നീണ്ട കാലയളവാണ്. ലേറ്റ് വന്നാലും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ട് കാര്യമില്ല. ഇവിടുത്തെ രോഗികളെ സംബന്ധിച്ച് ഇത് ആരോഗ്യ മേഖലയിലെ പ്രശ്നമാണെന്നേ. അപ്പോൾ നിങ്ങൾ പറയുന്നത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചു ഇതായി ഇപ്പോൾ വന്നിട്ടുണ്ട്, അപ്പോൾ ഞാൻ ചോദിച്ചിട്ടുണ്ടാകുന്ന വന്നേ, അങ്ങനെ വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം എന്ന് ഞാൻ വ്യാഖ്യാനിക്കുന്നില്ല. പക്ഷേ അദ്ദേഹം അങ്ങനെ ചോദിച്ചാൽ തരുമെന്നുണ്ടെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഈ കഴിഞ്ഞ 5 വർഷത്തിനിടയ്ക്ക് ഈ നിയോജക മണ്ഡലത്തിൽ അദ്ദേഹം പുതുതായി ബീജാപാപം നടത്തി വളർത്തിക്കൊണ്ടുവന്ന് നാടിന് സമർപ്പിച്ച ഒരു പദ്ധതി താങ്കളെന്ന് പറ. ഗാന്ധി ഭവനിൽ നിന്ന് അങ്ങോട്ട് പോകുന്നിടത്തൊരു പാലം, പുതിയ പാലം, അവര് ആനിമേഷൻ വീഡിയോ ഒക്കെ വെച്ചിട്ട് ഒരു പാലം. അനിമേഷനെ വെക്കാൻ പറ്റുള്ളൂ. അതെന്നാ തുടങ്ങിയത്? ഈ വർഷത്തെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ പ്രകടന പത്രികയിലും ഉണ്ടായിരുന്നു. താങ്കളുടെ ആവശ്യമില്ല ഞാൻ തരാം. അംഗനവാടികൾ, സ്മാർട്ട് വില്ലേജ് ഓഫീസുകൾ, വിദ്യാലയങ്ങൾക്കെല്ലാം MLA-മാർക്ക് MLA ഫണ്ട് ഉണ്ടെന്നേ. ആ ഫണ്ട് വിനിയോഗിക്കുക മാത്രമല്ല ഒരു MLA ഉത്തരവാദിത്വം. ഞാൻ അത്രയും തൽക്കാലം പറയുന്നുള്ളൂ. MLA ഫണ്ടിന് കളക്ടർക്ക് ലെറ്റർ എഴുതി കൊടുക്കുക മാത്രമല്ല ഒരു MLA-യുടെ വികസന കാര്യങ്ങൾ. എവിടെ നമ്മുടെ ബൈപ്പാസ് ഇത്രയേറെ ഇപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോൾ തന്നെ എത്ര തിക്കും തിരക്കുമാണ് ഈ പത്തനാപുരം ടൗണിൽ. എവിടെ പോയി നമ്മുടെ ബൈപ്പാസ്? ഇവിടെ നല്ലൊരു കളിസ്ഥലം ചോദിച്ചാൽ ഉടനെ പറയുന്നുണ്ട് അപ്പുറത്ത് ഞാൻ ഇൻഡോർ സ്റ്റേഡിയം ഉണ്ടാക്കി. അതല്ല ഞാൻ ചോദിക്കുന്നത്. ഇവിടെ കുട്ടികളെ സംബന്ധിച്ച് ചെറുപ്പക്കാർ, ഞാൻ ഈ നിയമനത്തിൽ എല്ലാ സ്ഥലത്തും പോകുന്ന ആളെന്ന നിലയിൽ ചെറുപ്പക്കാർ ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്നതും ആഗ്രഹിക്കുന്നതും ഈ പറയുന്ന ഒരു സ്റ്റേഡിയമാണ്. വേണ്ടേ? 25 വർഷം എന്നുള്ള കാലാവധി ചെറുതാണോ? ആണോ? ഇപ്പോഴും പറയുന്നുണ്ട് ബഡ്ജറ്റിൽ വെച്ചിട്ടുണ്ട്, ബഡ്ജറ്റിൽ. ഇത് കുറേ കാലമായിട്ട് നമ്മൾ കേൾക്കുന്നില്ലേ? ഞാൻ എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം. ഇതെല്ലാം ജനങ്ങൾ വിലയിരുത്തട്ടെ. തിരിച്ചൊരു ചോദ്യം കൂടിയുണ്ട്. UDF അധികാരത്തിൽ വരികയും ജ്യോതികുമാർ ചാമക്കാല പത്തനാപുരത്ത് നിന്ന് നിയമസഭയിലേക്ക് പോവുകയും ചെയ്താൽ 5 വർഷം കൊണ്ട് ഈ കുറ്റപ്പെടുത്തുന്നതൊക്കെ തിരിച്ചിവിടെ കൊണ്ടുവരാൻ സാധിക്കുമെന്നുള്ള ഉറപ്പുണ്ടോ? ഉറപ്പില്ലെങ്കിൽ ഞാനത് പറയില്ലല്ലോ. ഞാൻ അടിസ്ഥാനപരമായി ഈ നിയോജക മണ്ഡലത്തിൽ എൻ്റെ വികസനത്തെ സംബന്ധിച്ച് എനിക്ക് ചില സ്വപ്നങ്ങളുണ്ടെന്നേ. എന്നെ ഇവിടുത്തെ ജനങ്ങൾ തിരഞ്ഞെടുത്താൽ തീർച്ചയായിട്ടും അത് നടപ്പിലാക്കുന്നതിന് ഞാൻ മുമ്പിലുണ്ടാവും. അരികിലുണ്ടാകും, എപ്പോഴും അരികിലുണ്ട്. ഇപ്പം ആ വാചകം പോലും അദ്ദേഹത്തെ അസ്വസ്ഥനാകുക. അദ്ദേഹം എല്ലാ മീറ്റിങ്ങുകളിലും ഇപ്പോൾ പറയുന്നത് അരികിലുണ്ട്, അയലത്തുണ്ടെന്നൊക്കെ, കയ്യാലപ്പുറത്തുണ്ടെന്നൊക്കെ പറയുന്നു എന്നാണ്. ഉണ്ടായിട്ടല്ലേ പറഞ്ഞത്. ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു ജംഗ്ഷനിൽ ഒരു ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടെ ഇരുന്നൊരു അമ്മൂമ്മ ഈ 2 ഫ്ലെക്സിലും നോക്കിയിട്ട് പറഞ്ഞു, ഗണേശൻ മോൻ്റെ മുഖത്തൊരു വിഷമമുണ്ട്, ചാമക്കാലയുടെ മുഖത്ത് ഭയങ്കര സന്തോഷമാണ്, ഫോട്ടോയിൽ പോലും വിഷമമാണെന്നാണ് പത്തനാപുരത്ത് പരക്കെ പറയുന്നത്.
നോ കമൻസ്. ഞാൻ അതിനെക്കുറിച്ച് ഒന്നും പറയുന്നില്ല. ഇനി നമുക്ക് എത്ര ഒരു മാസത്തിൽ താഴെ ഉള്ളൂ. നമുക്ക് കാത്തിരിക്കാം. ഇവിടെ മത്സരം സത്യവും അസത്യവും തമ്മിലാണ്. ഇങ്ങനെ ട്രെൻഡായി കഴിഞ്ഞു. ഇവിടെ ഞാൻ പറയുന്നത്, ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, പൊതുപ്രവർത്തകരെ സംബന്ധിച്ച് അവരെപ്പോഴും സോഷ്യൽ ഓഡിറ്റിങ്ങിന് വിധേയനാകുന്നവരാണ്. അവരുടെ മോറൽ സൈഡ് കറക്റ്റ് ആയിരിക്കണം. അവരുടെ ജീവിത രീതി ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം. പിന്നെ ഉപദേശിക്കാൻ നാവ് ഉയർത്തുകയും അതേ നാവ് കൊണ്ട് കള്ളത്തരങ്ങൾ ചെയ്യുകയും ചെയ്താൽ, അല്ലെങ്കിൽ പറയുകയും ചെയ്താൽ പിന്നെ എന്താ കാര്യം? നമ്മുടെ MLA സംബന്ധിച്ച് ഞാൻ പറഞ്ഞു പോയാൽ കൂടുതലായി പോകുന്നു, വ്യക്തിപരമാകുന്നുള്ളൂ. ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നത് ജനങ്ങൾക്ക് മനസ്സിലാവും. സ്വഭാവശുദ്ധി ഒരു അടിസ്ഥാന ഘടകമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സ്വഭാവശുദ്ധി ഇല്ലാത്തവരെ തിരഞ്ഞെടുത്താൽ പത്തനാപുരത്തിലെ ജനങ്ങൾ അതിന് കൂട്ടുനിൽക്കുമെന്ന് ഞാൻ കരുതുന്നു. ഒരു മന്ത്രിയുടെ കിടപ്പറ രഹസ്യങ്ങൾ പുറത്തെത്തിച്ചതിൽ ചാമക്കാലയ്ക്ക് പങ്കുണ്ടെന്നാണ് ആരോപണം. മന്ത്രിയുടെ കിടപ്പറ രഹസ്യങ്ങൾ പുറത്തെത്തിച്ചത് മന്ത്രിയുടെ ഭാര്യ എന്നാണ് ഞാൻ പത്രങ്ങളിലൂടെ മാധ്യമങ്ങളിലൂടെ വായിച്ചത്. ഭാര്യ തന്നെ പറഞ്ഞു. ആ ഭാര്യയുമായി ഞാൻ എനിക്ക് ബന്ധമുണ്ടെന്നാണ് പറയുന്നത്. ദയവേത് എന്നെ പഠിപ്പിക്കുന്നത്. ഞാൻ സ്വസ്ഥമായിട്ട് എൻ്റെ ഭാര്യയോടും 2 മക്കളോടൊപ്പം സ്വസ്ഥമായ കുടുംബജീവിതം നയിച്ചു പോകുന്ന ഒരാളാണ്. എൻ്റെ കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാക്കാൻ വരില്ലേ, പ്ലീസ്.